നമസ്കാരം. ഇത് 20-ാം മണിക്കൂറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. സന്ധ്യ മയങ്ങി ഇരുൾ വീഴുമ്പോൾ ആ ഇരുളിന്റെ മറവിൽ നടക്കുന്ന നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. തിരുവനന്തപുരം നഗരത്തെ, നമ്മുടെ തലസ്ഥാനത്തെ ഞെട്ടിച്ചതാണ് അലൻ എന്ന 18 വയസ്സുകാരന്റെ കൊലപാതകം. ഒരു കമ്പി കൊണ്ട് നെഞ്ചിൽ ഒറ്റ കുത്താണ്. ആ ഒറ്റ കുത്തിൽ അവിടെ തളർന്നു വീണു അലൻ. ആശുപത്രിയിലെത്തിച്ചു, പക്ഷേ ജീവൻ അത് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഹൃദയം തുളഞ്ഞു കയറിയിരുന്നു ആ കമ്പിപ്പാര. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത്? വളരെ ആസൂത്രിതമായി നടന്ന ഒരു ഗൂഢാലോചന അതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ആ കൊലപാതകം കേവലം ഒരു പ്രകോപനമായിരുന്നു. FIR പറയുന്നത് പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതക കാരണം എന്നുള്ളതാണ്. പെട്ടെന്നുള്ള കൊലപാതകം, പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. 20th അവർ. ഇന്ന് ഫോറൻസിക് സംഘം ആ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ അതിക്രമത്തിന് ഉപയോഗിച്ച, അല്ലെങ്കിൽ അലന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ ആ കമ്പി കണ്ടെത്തുകയും ചെയ്തു. സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് അലൻ ആ സ്ഥലത്ത്. എന്താണെങ്കിലും അലന്റെ മൃതദേഹം സംസ്കരിച്ചു. മുട്ടടയിലായിരുന്നു സംസ്കാരം. ബന്ധുക്കൾ ആ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ പൊള്ളുന്ന ചില കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത്. അലൻ അവിടെ പോയത് തന്റെ സുഹൃത്തുക്കളെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞ ശേഷമാണ്. സുഹൃത്തുക്കളെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് അലൻ അവിടെ ചെല്ലുന്നു. അലൻ ചെന്നപാടെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവിടെ ജഗതിയിലെത്തിയ സംഘം, ഒപ്പം രാജാജി നഗറിലുള്ള സംഘം, ഈ 2 സംഘാംഗങ്ങളാണ് ചേരിതിരിഞ്ഞ് തർക്കമുണ്ടായിരുന്നത്. അതിൽ അവർ പ്രകോപിതരായി. ഉടൻ തന്നെ കയ്യിൽ കരുതിയിരുന്ന ആയുധമെടുത്ത് അലന്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. ആ ഒറ്റ കുത്തിൽ തുളഞ്ഞു കയറി അലന്റെ ഹൃദയവും കടന്ന് ആ കമ്പി പുറത്തേക്ക്. രണ്ട് പ്രതികളാണ് കസ്റ്റഡിയിലുള്ളത്. ജഗതി സ്വദേശികളായ സന്ദീപും അഖിലേഷും. മറ്റ് 3 പ്രതികൾക്കായുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുമുണ്ട്. അത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു ചേരി തിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക്, അതിക്രമത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ലഭ്യമായ വിവരം. പക്ഷേ സ്കൂൾ അധികൃതർ അത് നിഷേധിക്കുന്നുണ്ട്. അത് സ്കൂളിലുണ്ടായ ഒരു സംഭവമല്ല എന്ന് പറയുന്നു സ്കൂൾ പ്രിൻസിപ്പൽ. വൈകുന്നേരം ശാസ്ത ക്ഷേത്രത്തിന് സുഹൃത്തുക്കളെ അക്രമി സംഘം, ആ ക്ഷേത്രത്തിന് സമീപം സുഹൃത്തുക്കളെ അക്രമി സംഘം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞ് രക്ഷപ്പെടുത്താൻ ചെല്ലുകയായിരുന്നു അലൻ. സുഹൃത്തുക്കളെ വിട്ടയക്കണം, വഴിയിൽ നിന്ന് മാറി നിൽക്കണം, ഇതായിരുന്നു ജഗതിയിലെത്തിയ സംഘത്തോട് അലൻ ആവശ്യപ്പെട്ടത്. അക്രമികൾ പ്രകോപിതരായി. സംഘത്തിലെ ഒരാൾ ഹെൽമറ്റ് കൊണ്ട് അലന്റെ തലക്കടിച്ചു. കേസിലെ 1-ാം പ്രതി കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ആ ആയുധം ഇടതുനെഞ്ചിൽ കുത്തിയിറക്കി. ഉടൻ തന്നെ കുഴഞ്ഞു വീണു അലൻ. സുഹൃത്തുക്കൾ അലനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ ഇരുചക്രവാഹനത്തിലാണെങ്കിൽ പോലും അലനുമായി അവർ കുതിച്ചു. തളർന്നിരിക്കുന്ന അലൻ, ആ ഇരുചക്രവാഹനത്തിന്റെ പിൻസീറ്റിൽ തളർന്നിരിക്കുന്ന അലന്റെ ദൃശ്യങ്ങളും അത് നമുക്ക് കാണാം. റൈറ്റ്. കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ജഗതി സ്വദേശികളായ സന്ദീപ്, അഖിലേഷ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം
ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. അലന്റെ സംസ്കാരം പൂർണ്ണമാവുകയും ചെയ്തു. വലിയ വിളയിലെ ബന്ധു വീട്ടിലായിരുന്നു പൊതുദർശനം. മുട്ടടയിൽ സംസ്കാരം നടത്തുകയും ചെയ്തു. നമ്മൾ ആദ്യമായിട്ടല്ല തലസ്ഥാനത്ത് ഇത്തരം ക്രൂരകൃത്യങ്ങൾ കാണുന്നത്. ആവർത്തിക്കാതിരിക്കട്ടെ. സംഭവിച്ചത് അത് വലിയ മുറിവാണ്. പക്ഷേ ഇനിയും ആവർത്തിച്ചാൽ ആ മുറിവിന് ആഴമേറും. അതുണ്ടാകാതിരിക്കട്ടെ. ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അത് വലിയൊരു കെണിയാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികൾ ഈ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാറുണ്ടോ? കുട്ടികൾ പറയും ഞങ്ങൾ ഗെയിം കളിക്കുകയാണ് എന്ന്. ഗെയിം അതൊരു വല്ലാത്ത ചതിക്കുഴിയാണ്. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്ന കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ശ്രദ്ധ വയ്ക്കണം. അതിലേക്കാണ് 24 അവർ ഇനി പോകുന്നത്. ഈ 20-ാം മണിക്കൂറിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നു ഓൺലൈൻ ഗെയിമിലെ ചതിക്കുഴികൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മംഗലാപുരത്ത് നിന്ന് ഒരു മലയാളി വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്ന് 5 ദിവസമായി. പാലക്കാട് തൃത്താല സ്വദേശിയാണ്. പേര് മാലിക് സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിച്ചിരുന്നു. മാലിക്കിനെ കാണാനില്ല. മാലിക് ഇപ്പോൾ എവിടെയാണ്? ഒരു തുമ്പുമില്ലാതെ വല്ലാത്ത തോതിൽ വിഷമിച്ച് വേദനയോടെ ഇരിക്കുകയാണ് ആ കുടുംബം. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള വേദനയിലാണ് ഈ മാലിക് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോൺ അവിടെ തന്നെ വെച്ചിരുന്നു, താമസിച്ചിരുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സാധ്യവുമല്ല. എങ്ങോട്ടാണ് മാലിക് പോയത്? മാലിക്കിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? മാലിക് തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും ഓൺലൈൻ ഗെയിമുകളിലെ ചതിക്കുഴികളിലേക്കാണ് ഒന്ന് വെളിച്ചം വീശാൻ പോകുന്നത്. ഇനിയുള്ള സമയത്ത് 13-ാം തീയതി മാലിക്കിനെ കാണാതാകുന്നു. 5 ദിവസം പിന്നിട്ടു ഇതിനോടകം. ഉള്ളയാൾ പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഏനപോയ ആയുഷ് ക്യാമ്പസിലെ 2ാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് ഈ കോഴ്സാണ് മാലിക് പഠിക്കുന്നത്. അതായത് നല്ലൊരു കോഴ്സിന് ചേർന്ന സാമർഥ്യമുള്ള ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയാണ് ഓൺലൈൻ ഗെയിമിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോയത്. എന്താണ് മാലിക്കിന് സംഭവിച്ചത്? നോക്കാം വിശദമായി. ഈ ഓൺലൈൻ ഗെയിമുകാർ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ അവരുടെ കെണിയിൽ വീഴ്ത്തുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമാണ്. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ചതിക്കുഴി മനസ്സിലാക്കാൻ കഴിയൂ. നമ്മുടെ പാവക്കുട്ടികൾ ഗെയിം കളിക്കും. ആദ്യം അതിൽ വിജയിക്കുമ്പോൾ പണം നൽകും. അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റായി ക്രെഡിറ്റ് ആവുകയാണ്. ചെറിയ തുകയാണ്. പക്ഷേ ഈ ചെറിയ തുക കൊണ്ട് ആ ഓൺലൈൻ ഗെയിമുകാർ ആർജിച്ചെടുക്കുന്നത് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ തുമ്പിൽ പിടിച്ചാണ് ഈ കുരുന്നുകൾ കൂടുതൽ ടാസ്കുകളിലേക്ക് പോകുന്നത്. ഈ ടാസ്കുകളിലേക്ക് പോകുമ്പോൾ പുതിയ ടാസ്കുകൾ വരുന്നു. അതിന് ചെറിയ തോതിൽ പണം നൽകുകയും ചെയ്തു. അപ്പോൾ വീണ്ടും കളിക്കാൻ ശ്രമിക്കും, വീണ്ടും പോകും ഗെയിമിലേക്ക്. ഗെയിമിന്റെ ചതിക്കുഴി അത് ആഴത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം തന്നെയാണ് മാലിക് എന്ന ഈ വിദ്യാർത്ഥിയും നേരിട്ടത്. ടാസ്കുകൾ പൂർത്തിയായതോടെ പണമെത്തിയതോടെ മാലിക്കിനും ഹരമായി. അങ്ങനെ വിശ്വാസത്തിലെടുത്തു മാലിക് ആ ഓൺലൈൻ ഗെയിമിനെ. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ആദ്യം പണം നൽകിയതിന് പിന്നാലെ കൂടുതൽ ഗെയിമുകൾ അൺലോക്ക് ചെയ്യാൻ പണം ആവശ്യപ്പെടും. ഈ പണം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പണം നൽകുകയും ചെയ്യും. കയ്യിലുണ്ടായിരുന്നില്ല മാലിക്കിന് അത്രയും തുക. പക്ഷേ മാലിക് കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങി, ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങി. അങ്ങനെ നൽകി ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ് മാലിക്കിന് ആ ഗെയിമുകാർക്ക് അല്ലെങ്കിൽ ആ ചതിക്കുഴി ഒരുക്കിയവർക്ക് നൽകേണ്ടി വന്നത്. ഏറ്റവും ഒടുവിൽ ഒരു തുക മാലിക്കിന് ലഭിക്കും എന്നവർ പറയുന്നു. പക്ഷേ അവിടെയും ടോപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. 75,000 രൂപ കൊണ്ട് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് അൺലോക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഈ ഗെയിമുകാരുടെ കണ്ടീഷൻ.
നേരത്തെ സൂചിപ്പിച്ചു ചില ടാസ്കുകളുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഓൺലൈൻ ഗെയിമുകൾ അയക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ വ്യക്തമാണ് പണം വരുന്ന രീതി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാവുന്നുണ്ട്. സ്ക്രീൻഷോട്ടിൽ തന്നെ മാലിക്കിന്റെ സംസാരം, ഈ ഗെയിമിന്റെ തട്ടിപ്പുകാരുമായി മാലിക് നടത്തിയ സംഭാഷണങ്ങളാണ് ഈ കാണുന്ന സ്ക്രീൻഷോട്ടിലുള്ളത്. അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഒരു സ്ഥലത്ത് പോവുക, ആ ലൊക്കേഷന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, അപ്പോൾ മാലിക്കിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. പിന്നീട് മറ്റൊരു ടാസ്ക്, വേറൊരു സ്ഥലം പറയും, ആ ലൊക്കേഷനിൽ പോയി ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആണല്ലോ. ഇത്തരത്തിൽ ചെയ്താണ് ഈ ടാസ്ക് വളർന്നതും ആ ഗെയിമിനോടുള്ള അടിമത്തം കൂടുന്നതും. അവിടെയാണ് ആ കടിഞ്ഞാൺ ആ ഗെയിമുകാരുടെ, ആ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വ്യാഴാഴ്ച വലിയ നിരാശയിലായിരുന്നു മാലിക്. കാരണം മാലിക്കിന് അത്രമാത്രം പണം നഷ്ടമായി. മാലിക് ഏറ്റവും ഒടുവിൽ ആ ചാറ്റിൽ പറയുന്നത് എന്താണെന്നോ, എനിക്കിനി 75,000 രൂപ തരാനില്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവർക്കും ഒരു അപകടം മണത്തിട്ടുണ്ടാകും. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ സാവകാശം നൽകാമെന്ന്. അപ്പോൾ മാലിക് പറയുന്നു, ഇല്ല, ഇനി എൻ്റെ കയ്യിൽ തരാൻ പണമില്ല, ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇനി എനിക്ക് നൽകാൻ പണമില്ല എന്ന്. അവിടെ തുടങ്ങുന്നു ഇതിന്റെ പ്രശ്നങ്ങൾ. രാത്രി ഭക്ഷണം കഴിക്കാൻ എന്നുള്ള പേരിലാണ് മാലിക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബൈക്കുമായാണ് മാലിക് പോകുന്നത്. അതിനുശേഷം തിരിച്ചെത്തിയിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളുണ്ട് മാലിക് ബൈക്കെടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഈ ബൈക്ക് എടുത്തു പോകുന്ന മാലിക് ഏറ്റവും ഒടുവിൽ എത്തിയത് മംഗലാപുരത്തെ റെയിൽവേ സ്റ്റേഷനിലാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അവിടെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് നിർത്തി പേ ആൻഡ് പാർക്കിൽ അവിടെ പണം നൽകി മാലിക് ബൈക്ക് പാർക്ക് ചെയ്ത് പോകുന്നത് വ്യക്തമായി ലഭിച്ചിട്ടുണ്ട് ബന്ധുക്കൾക്കും ഒപ്പം പോലീസിനും. പക്ഷെ പിന്നീട് ഒരു വിവരം, അത് പ്ലാറ്റ്ഫോമിൽ കാണുന്ന മാലിക്കിനെയാണ്. മംഗള ലക്ഷദ്വീപ് ഈ എക്സ്പ്രസ് ട്രെയിൻ വന്നപ്പോൾ മാലിക് അതിൽ കയറി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഒരു വിവരവുമില്ല. മംഗലാപുരം പോലീസിന്റെ അന്വേഷണം ഒരു തരത്തിലും പുരോഗമിക്കുന്നുമില്ല. അതാണ് ആശങ്കപ്പെടുത്തുന്നത്. 5 ദിവസം പിന്നിട്ടു മാലിക് ഈ കാണാതായിട്ട്. സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക് എന്ന ബന്ധുക്കൾക്ക് മനസ്സിലായത് ഈ തിരോധാനത്തിന് ശേഷമാണ്. മാലിക്കിന്റെ ഫോണിന്റെ നമ്പർ തേടി, അല്ലെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാലിക്കിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് ബന്ധുക്കൾ IT വിദഗ്ധരുടെ സഹായത്തോടെ. പക്ഷേ അവിടെ കണ്ടത് മാലിക് ആ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഉപേക്ഷിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ്. ഫോണിലെ പരിശോധനയിലാണ് ഓൺലൈൻ ഗെയിം സ്ഥിരമായി കളിച്ചിരുന്നു, ഈ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. മാലിക്കിന്റെ മാതൃ സഹോദരൻ ഡോക്ടർ അജ്മൽ പറഞ്ഞ കാര്യം അത് ഞെട്ടിക്കുന്നതാണ്. മാലിക്കിനെ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ഗെയിമിന്റെ കെണിയിൽ മാലിക് വീണിരുന്നു എന്നുള്ളത് വൈകി പോയിരുന്നു ആ കുടുംബം അറിയാൻ. കേൾക്കാം അജ്മൽ പറയുന്നത്. 13-ാം തീയതി രാത്രി 8:53 ആളെ ലാസ്റ്റ് ആയിട്ട് റൂമിന്റെ അടുത്ത് CCTV കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിനെ കണ്ടിട്ടില്ല. അപ്പൊ അതിന് മുന്നേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു, നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു. അപ്പൊ എന്തിനാന്ന് വെച്ചപ്പോൾ കോളേജ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കൂട്ടുകാര്. പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആളുടെ വിവരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫോണ് ഇന്നലെ 14-ാം തീയതി പുലർച്ചയൊക്കെ ആകുമ്പോൾ റൂമൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഫോണ് റൂമിൽ നിന്ന് കിട്ടി. ഫ്ലൈറ്റ് മോഡിലായിരുന്നു. അപ്പൊ അത് ഓപ്പൺ ആക്കി നോക്കി നോക്കുമ്പം അതിൽ ഒരു ഓൺലൈൻ ഗെയിം കളിച്ചിരിക്കുകയാണ്. ഗെയിം വിച്ച് മീൻസ് മുന്നേ ബ്ലൂ വെയിലൊക്കെ പോലെ ഉണ്ടായിരുന്ന ഒരു ഗെയിം. അവർ കുറെ ടാസ്ക് കൊടുക്കും, ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കും. ഇനീഷ്യലി അവന് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ അത് ട്രസ്റ്റായി.
അപ്പോൾ പിന്നെ അവൻ ഇനി പിന്നെ കളിച്ചിട്ടുള്ള പൈസ വിഡ്രോ ചെയ്തെടുക്കണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി പൈസ ആയിട്ട് ഇങ്ങനെ കിട്ടും എന്നുള്ളതുകൊണ്ട്, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പൈസ അടപ്പിച്ചതാണ്. അങ്ങനെ ട്രസ്റ്റ് എടുത്തിട്ട് അടപ്പിച്ചിട്ട് ഏകദേശം 2.5-3 ലക്ഷം രൂപ വരെ അടച്ചു. ലാസ്റ്റ് അത് ഫേക്ക് ആണെന്ന് കണ്ടപ്പോൾ അവർക്ക് ഒരു സൂസൈഡ് നോട്ട് പോലെ ഞാൻ ആത്മഹത്യ ചെയ്യാണ്, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകരുത്. മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ജാഗ്രത ഉണ്ടാകട്ടെ. കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പേജുകൾ, തിരഞ്ഞെടുക്കുന്ന ഗെയിമുകൾ എന്താണ് എന്നുള്ളത് നമുക്കും ഒരു ബോധ്യമുണ്ടാകണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വലിയ ദുരന്തങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മാലിക്കിന്റെ മാത്രം സംഭവമല്ല ഓൺലൈൻ ഗെയിമിലെ ചതിക്കുഴികൾ. അത് ഒരുപാടുണ്ട്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അത് മുന്നിലേക്ക് വരാതെ പോകുന്നു എന്ന് മാത്രം. സമാനമായൊരു സംഭവത്തിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്. അത് കാസർഗോഡ് ഉപ്പളയിലാണ്. കാസർഗോഡ് ഉപ്പളയിൽ സ്വന്തം വീടിന് നേരെ ഒരു പിഞ്ചു ബാലൻ, അതായത് 14 വയസ്സുകാരൻ വെടിയുതിർത്തു. എന്തിന്? ഓൺലൈൻ ഗെയിമിലെ ടാസ്ക് ആയിരുന്നു അത്. ഉപ്പള, അവിടെ ഹിദായത്ത് നഗറിലെ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ഇത്തരത്തിൽ ഒരു ഗെയിമിന്റെ പേരിൽ ടാസ്ക് ആയെടുത്ത് വീടിന് നേരെ വെടിയുതിർത്തത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ ഗെയിമുകാരുടെ പ്രധാനപ്പെട്ട സംഭവമാണ് ടാസ്കുകൾ കൊടുക്കുക എന്നുള്ളത്. ഈ ടാസ്കുകൾ വഴി അവർ ലക്ഷ്യമിടുന്നത് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക്, അവർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് സംഭവിക്കുന്നത്. സ്വന്തം വീടിന് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഈ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തരത്തിൽ ഈ 14കാരനും ഒരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ചെയ്തത് എന്താണെന്നോ, ഒരു കാറിൽ ഒരു സംഘമെത്തി, ആ സംഘം വീടിന് നേരെ വെടിയുതിർത്തു എന്നൊരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണോ പറഞ്ഞത്? നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം ഒരുപാട് ചതിക്കണികൾ. ഈ ചതിക്കണികളിൽ നമ്മുടെ കുട്ടികൾ വീഴരുത്. അത് മാത്രം ആവർത്തിച്ചുകൊണ്ട് 20th അവർ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിഗൂഢതകളുടെ ഈ സമയം, ഈ 20-ാം മണിക്കൂർ ഇവിടെ അവസാനിക്കുന്നില്ല. തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മൾ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബംഗാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും പ്രശ്നക്കാരൊന്നുമല്ല. പക്ഷേ അവരിൽ ഒരുപാട് പേരുണ്ട് പ്രശ്നക്കാരായവർ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ. അതിൻ്റെ ഒരു ഉത്തരം ആണ്, ഒരു ഉദാഹരണമാണ് ഇന്ന് തിരുവല്ലയിൽ കണ്ടത്. തിരുവല്ലയിൽ 13 വയസ്സുകാരിയാണ് കൊടിയ പീഡനത്തിന്, 2 ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പീഡനത്തിന് ഇരയായത്. പീഡനത്തിന് ഇരയായതും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് എന്നുള്ളതാണ് അതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്താണ് ഇവർ ചെയ്ത ക്രൂരത? ഈ മാതാപിതാക്കൾ, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ 2 പേരും ജോലിക്ക് പോയ സമയം തക്കം പാർത്തിരുന്ന് ഈ കുട്ടിയെ അവർ പീഡിപ്പിക്കുകയായിരുന്നു. 2 പേർ. ഈ കുഞ്ഞിനോടൊപ്പം ഒരു 1.5 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. ആ 1.5 വയസ്സുകാരിയുടെ വായി പൊത്തിപ്പിടിച്ചു. എന്നിട്ട്
ചേച്ചിയെ, ഈ സഹോദരിയെ അവർ രണ്ടുപേരും ചേർന്ന്, ഈ കാണുന്ന നരാധനന്മാർ രണ്ടുപേരും ചേർന്ന് പീഡിപ്പിച്ചു 13 വയസ്സുകാരിയെ. എന്തിന്റെ പുറത്താണ് ആ പീഡനം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ലഹരിയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും ഇത്തരം കൊടും ക്രൂരന്മാരെ, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. പ്രതികളെ എന്താണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുക, മുഖത്ത് ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ല, ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പാണ്. ആ ക്യാമ്പിൽ വളരെ ആസൂത്രിതമായ ഒരു പീഡനം ഇവർ പ്ലാൻ ചെയ്യുന്നു. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം അവർ നോക്കിയിരുന്നു. അവർക്കറിയാം സ്ഥിരമായി ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെയാണ് ജോലിക്ക് പോകുന്നതെന്ന്. അതറിഞ്ഞു തന്നെ ഇവർ നോക്കിയിരുന്നു. അവർ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഇളയ കുഞ്ഞിനെ, 1.5 വയസ്സുകാരിയുടെ വായ് പൊത്തിപ്പിടിച്ചു. 13 വയസ്സുകാരിയെ അവർ പിച്ചു ചീന്തി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. രണ്ടുപേരും, ഈ പ്രതികൾ രണ്ടുപേരും ബംഗാൾ സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാണെങ്കിലും നമ്മുടെ ചുറ്റും കാണുന്ന മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളെയും കുറ്റപ്പെടുത്തരുതേ. പക്ഷേ അവർക്കിടയിലുമുണ്ട് ഇതുപോലെ ചില പുഴുക്കുത്തുകൾ. ഇനി നമ്മൾ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ അവിടെ മുളക് പൊടി വാരിയെറിഞ്ഞ ഒരു കവർച്ച നടത്തി. അംഗനവാടി ജീവനക്കാരിയായിട്ടുള്ള ആ അധ്യാപികയുടെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. എന്തിനായിരുന്നു ആ മാല മോഷണം? അതും ലഹരിക്ക് വേണ്ടി. ഒരു പെൺകുട്ടി ഉൾപ്പെടുന്ന സംഘമാണ് ഈ മാല മോഷണത്തിന് പിന്നിൽ. മോളി ജോർജ് എന്നാണ് ആ അംഗനവാടി ജീവനക്കാരിയുടെ പേര്. അംഗനവാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് മോളി ജോർജ്. ഒരു യുവതിയും 2 ആൺ സുഹൃത്തുക്കളും ചേർന്നാണ് ഈ അതിക്രമം നടത്തുന്നത്. ഈ അംഗനവാടി ജീവനക്കാരിയായിട്ടുള്ള മോളി ജോർജ് ഇങ്ങനെ നടന്നു പോകുന്നു. റോഡരികിൽ സംസാരിച്ചുകൊണ്ടിരുന്ന യുവതിയും 2 യുവാക്കളെയും ഇവർ കാണുന്നുണ്ട്. ഈ യുവതിയെ ഒരു പരിചയമുണ്ടായിരുന്നു മോളി ജോർജിന്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. പ്രതികളെ തിരിച്ചറിയാൻ സാധ്യമായത് അതുവഴിയാണ്. ഇനി ഇവരിൽ ഒരാൾ, ഈ മോളി ജോർജ് നടന്നു പോകുന്നു. പിന്നാലെ എത്തി മുളക് പൊടി മോളിയുടെ കണ്ണിലേക്ക് വാരിയെറിയുകയാണ്. തൽക്ഷണം മോളിക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്ന കാഴ്ച. ഉടൻ തന്നെ 3 പവന്റെ മാലയാണ് അവർ പൊട്ടിച്ചെടുത്തത്. 3 അംഗ സംഘത്തിലെ ഈ യുവതിയെ അംഗനവാടി ജീവനക്കാരി തിരിച്ചറിഞ്ഞതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. മോളി അക്കാര്യം വിശദീകരിക്കും. അംഗനവാടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഭയങ്കര പാടത്ത് വെച്ച് 2-3 അവിടെ ഒരു പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയോട് വർത്താനം പറയുന്നത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇട്ടുകൊണ്ട് പിന്നീട് പോവാണ്. അതായത് ഈ മോളി പറയുന്നത് പോലെ ഈ മോളിയുടെ മുഖത്ത് ഈ മുളക് പൊടി വാരിയെറിയുന്നു. അപ്പോൾ നിലവിളിച്ചു. നാട്ടുകാർ ഓടിയെത്തി. നാട്ടുകാർ പാലൊഴിച്ച് മുഖത്ത് നിന്ന് ആ മുളക് പൊടി നീക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് ഇടയിൽ മോളി ഒരു മിന്നായം പോലെ അവരെ കണ്ടു. ആ പ്രതികൾ ഒരു വിധത്തിൽ ആ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മുളക് പൊടി ഉറിഞ്ഞിടനെ ഉടൻ തന്നെ മുഖം ഒന്ന് തുടച്ച ശേഷം മോളി ഒന്ന് കണ്ണ് തുറന്ന് നോക്കി, ആ പ്രതികളെ നോക്കി. അപ്പോൾ കണ്ടത് എന്താണ്? അവർ വിജനമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ഓടിപ്പോകുന്നതാണ് മോളി. സംശയം വെച്ചാൽ അവിടെ വർത്താമാനം പറഞ്ഞ് എന്തെങ്കിലും ഒരു അഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടീനെയാണ് പോകുന്നത്. പയ്യന്മാരെ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. പൊട്ടിക്കാൻ വന്ന ഒരു പയ്യൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തിനാണ്? ലഹരി വാങ്ങാനുള്ള പണം അത് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. പേര് വൈന്തല സ്വദേശി അഞ്ജനയാണ്. ഇതിൽ കൂടെ 2 ആൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺസുഹൃത്ത്, മറ്റൊരു ആൺസുഹൃത്ത്, ഇവർ 3 പേരാണ്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്. ലഹരി ഉപയോഗിക്കാനുള്ള പണം കണ്ടെത്താൻ വേണ്ടി മുളക് പൊടിയെറിഞ്ഞ മാലമോഷണം. ഇനി നമ്മൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു മദ്രസയിൽ നടന്ന കാഴ്ചയാണ്. മദ്രസയിൽ മതപഠനത്തിനായി പോകുന്ന കുരുന്നുകളെ, പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ആ മദ്രസയിൽ അധ്യാപകൻ കൈകാര്യം ചെയ്തത് എന്ന് കാണണ്ടേ? മദ്രസയിലെ അധ്യാപകന്റെ ക്രൂരമർദ്ദൻ. തമിഴ്നാട്ടിലെ തിരുപ്പത്തൂരിലെ ഒരു മദ്രസയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. തല്ലിച്ചതയ്ക്കുകയാണ് മദ്രസാധ്യാപകൻ. തല്ലിച്ചതച്ചതും പോരാഞ്ഞിട്ട് ഒരു കുരുന്നിനെ ആ മദ്രസാധ്യാപകൻ എടുത്തെറിയുന്നുണ്ട് ഭിത്തിയിലേക്ക്. അധ്യാപകന്റെ പേര് വാണയമ്പാടി മദ്രസയിലെ അധ്യാപകൻ ഷുഹൈബ്. തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന അധ്യാപകൻ. കുട്ടികൾ പലപ്പോഴും ഇക്കാര്യങ്ങൾ വീട്ടിൽ സൂചിപ്പിക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് സംശയം തോന്നി. അങ്ങനെ മാതാപിതാക്കൾ പരാതിപ്പെട്ടു. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മർദ്ദിച്ച് അവശനാക്കിയതിന് പിന്നാലെ വിദ്യാർത്ഥിയെ ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയും ആ പരിശോധനയിൽ അവർ കണ്ടെത്തി. എന്തായാലും അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അധ്യാപകനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ഉയർന്നിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ. ഒരുപാട് മദ്രസകളുള്ള, ഒരുപാട് മുസ്ലിം മതപഠന രംഗങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. നിഗൂഢതകളുടെ ഈ 20-ാം മണിക്കൂർ തൽക്കാലത്തേക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ വീണ്ടും 20th hour.